ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. കമന്റ് ബോക്സിൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ആദ്യ വാർത്തയിലേക്ക്. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങുന്നു. NDA സ്ഥാനാർത്ഥി ഓം ബിർളയ്ക്കെതിരെ ഇന്ത്യ മുന്നണി കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കും. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സമവായത്തിലെത്താത്തതോടെയാണ് മത്സരത്തിലേക്ക് ഇറങ്ങിയത്. നേരത്തെ പ്രതിപക്ഷ നേതാക്കളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചകൾ നടത്തിയിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, സഭയിൽ തരിമ്പിന് പോലും വിട്ടുവീഴ്ചയ്ക്കോ അയയാനോ തയ്യാറല്ല എന്നൊരു ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. വലിയ വിജയത്തിന്റെ കരുത്തിൽ ഇന്ത്യ സഖ്യം, പ്രതിപക്ഷ സഖ്യം. ബൽറാം. ഹഷ്മി, തീർച്ചയായും ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി ഒരു മത്സരത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് 18ാം ലോക്സഭയിൽ. ഇത് നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ ഇതിലൂടെ പ്രതിപക്ഷം നൽകുന്ന സന്ദേശം കൃത്യമാണ്. ഒരു തരിമ്പും വിട്ടുവീഴ്ചയ്ക്ക് എവിടെയും ഒരു ഘട്ടത്തിലും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. സമവായത്തിനായി അവസാന ഘട്ടത്തിൽ രാജ്നാഥ് സിംഗ് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് മല്ലികാർജുൻ ഖാർഗെയുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. 3 തവണ സംസാരിച്ചു എന്നാണ് രാജ്നാഥ് സിംഗ് അല്പസമയം മുമ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ ഈ സ്പീക്കർ പദവിയിലേക്ക് സഹകരിക്കണമെന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ ആവശ്യം. സഹകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് എന്ന കീഴ്വഴക്കം പാലിക്കപ്പെടണം എന്നുള്ളത് അതാണ് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ ഘടകകക്ഷികളുടെയും നിലപാട് എന്നും അക്കാര്യത്തിൽ എന്താണ് മറുപടി എന്നും ആരാഞ്ഞു. എന്നാൽ അത് NDA ഘടകകക്ഷികളുമായി ആലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ മറുപടി പറയാമെന്ന് രാജ്നാഥ് സിംഗ് മല്ലികാർജുൻ ഖാർഗെയെ അറിയിച്ചെങ്കിലും പിന്നീട് തിരിച്ചു വിളിച്ചില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ സഭയിൽ വെച്ച് മാധ്യമങ്ങളെ അറിയിച്ചത്. ഇതോടുകൂടിയാണ് ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും പ്രതിപക്ഷത്തിന് വിട്ടു നൽകാൻ ഭരണപക്ഷം തയ്യാറല്ല എന്ന് വ്യക്തമാകുകയും തുടർന്ന് സ്ഥാനാർത്ഥിയെ നിർത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുകയും ചെയ്തത്. ഇതിനുശേഷവും സഭയിലെ ഓഫീസിൽ രാജ്നാഥ് സിംഗിനെ KC വേണുഗോപാലും TR ബാലുവും ചേർന്ന് കണ്ടിരുന്നു. തുടർന്ന് സമവായത്തിൽ എത്താത്തതിനെ തുടർന്ന് ഇരുവരും ഇറങ്ങിപ്പോരുകയായിരുന്നു. അതേസമയം ഈ ഒരു ഘട്ടം ആകുമ്പോഴേക്കും ഓം ബിർളയുടെ പേരിലേക്ക് NDA എത്തിയിരുന്നു സ്പീക്കർ സ്ഥാനത്തേക്ക്. TDPയുമായി ഇന്നലെ രാത്രി ചർച്ചകൾ നടത്തി ഓം ബിർളയെ തന്നെ സ്പീക്കറാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഈ പേര് ഓം ബിർളയുടെ കഴിഞ്ഞ 17ാം ലോക്സഭയിലെ പ്രകടനം, ഒപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാത്ത ഒരു തീരുമാനം, ഇതിനോട് ഉള്ള ഒരു പ്രതിഷേധ സൂചകമായാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് ഈ ഓം ബിർളയ്ക്ക് മുമ്പായി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാളെ രാവിലെ 11 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഹഷ്മി, ചരിത്രത്തിൽ ആദ്യമായാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിൽ ജയപരാജയങ്ങൾക്കപ്പുറം അത്തരത്തിൽ എല്ലാവരും, സ്പീക്കർ എന്ന് പറയുന്നത് സഭയുടെ നാഥനാണ്. അപ്പോൾ അത് സമവായത്തിൽ എത്തേണ്ടതാണ്. സമവായത്തിൽ എത്താതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് കൂടുതൽ ആലോചിക്കേണ്ടതാരാണ്? ഭരണപക്ഷമാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ മുഖ്യമന്ത്രിക്കും CPM-നും ഭയമാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം. പ്രതിപക്ഷം അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ പരിഗണിച്ചില്ല. അതോടെ പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. പ്രതികൾക്ക് ഇളവ് നൽകരുതെന്നാവശ്യപ്പെട്ട് KK രമ ഗവർണർക്ക് കത്തു നൽകും. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KK രമയാണ് നോട്ടീസ് നൽകിയത്. സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ലെന്ന് പറഞ്ഞ സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. TP ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം 52(5) പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന് സർക്കാർ പറയേണ്ടത് സ്പീക്കർ പറഞ്ഞത് അനൗചിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സ്പീക്കർ വഴങ്ങാതായതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അങ്ങേക്ക് എല്ലാ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല. ഈ ഫ്ലോറിനകത്ത് എത്രയോ തവണ ഡിസ്കസ് ചെയ്തതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ സർക്കാർ ഒത്താശയോടെ ജയിലിൽ അഴിഞ്ഞാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കവുമായി മുന്നോട്ട് പോയാൽ ശക്തമായി പ്രതിഷേധിക്കും. സർക്കാരിന്, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഉന്നതതല ഗൂഢാലോചന പുറത്തുവരുന്ന ഭയം കൊണ്ടാണ് സർക്കാർ പ്രതികൾക്ക് ഇളവ് നൽകാൻ നീക്കം നടത്തുന്നതെന്ന് KK രമ. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനെയൊക്കെ സർക്കാർ ഭയക്കുന്നു, മുഖ്യമന്ത്രി ഭയക്കുന്നു. വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ സ്പീക്കർ മറുപടി പറഞ്ഞതിൽ PK കുഞ്ഞാലിക്കുട്ടി, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് തുടങ്ങിയവരും വിമർശിച്ചു. 24 തിരുവനന്തപുരം.
+1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ടായി, സംഘർഷഭരിതമായി. മലപ്പുറത്ത് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ വസതിക്ക് മുന്നിൽ KSU പ്രവർത്തകർ തടഞ്ഞു. തൃശൂരിൽ DEO ഓഫീസിലേക്കും പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കും KSU മാർച്ച് നടത്തി. തൃശൂരിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വസ്തുതാവിരുദ്ധമായ കണക്ക് പറഞ്ഞ് സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. പൊതുയിടങ്ങളിലും മന്ത്രിയും വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉൾപ്പെടെ പറയുന്ന കണക്കുകളിൽ വളരെ വലിയ വൈരുദ്ധ്യമുണ്ട്. കണക്കുകൾ കൊണ്ട് ഇന്നത്തെ വിദ്യാർത്ഥി സമരങ്ങളെ ശമിപ്പിക്കാമെന്നാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കരുതുന്നതെങ്കിൽ ഞങ്ങൾ സമരത്തിൽ നിന്ന് ഒരു അല്പം പോലും, ഒരു കണിക പോലും ഞങ്ങൾക്ക് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറില്ല. കോഴിക്കോട് RDD ഓഫീസിലേക്ക് SDPIയും ഫ്രറ്റേണിറ്റി മൂവ്മെന്റും നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറത്തും കളക്ടറേറ്റിലേക്ക് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മാർച്ച് നടത്തി. നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ചർച്ചയിൽ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് പങ്കെടുക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. അതേസമയം മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 2-ന് സെക്രട്ടേറിയറ്റിൽ അനക്സിലാണ് ചർച്ച. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാലും മലപ്പുറം ജില്ലയിൽ 7478 സീറ്റിന്റെ കുറവുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി സമ്മതിച്ചതാണ്. അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നതാണ് SFIയുടെയും MSFന്റെയും ആവശ്യം. എന്നാൽ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നതാണ് സർക്കാർ നിലപാട്. അതേസമയം സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ ലംഘനമാകുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു ബദൽ മാർഗം കണ്ടെത്തലാണ് ചർച്ചയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പറയുന്ന കണക്കുകൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ശരിയാണ്. ഏകജാലകത്തിലെ പ്രശ്നങ്ങൾ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ അപ്പോഴും ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാതലുണ്ട്, കാമ്പുണ്ട്. അത് ആ ചർച്ചയിൽ മന്ത്രിക്ക് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാര്യം പഠിക്കാൻ വേണ്ടിയുള്ള സമരമാണല്ലോ. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ R വിഷ്ണുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. തിരുവനന്തപുരം നന്ദിയോട് വീട്ടിലും സമീപത്തെ സ്കൂളിലുമായി പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. കരിമൺകോട് ശാന്തികുടീരത്തിൽ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്തു. അജീഷ് ജയകുമാറാണ് അതിൻ്റെ വിവരങ്ങളും വച്ചിരുന്നത്. അജീഷ്, എത്രത്തോളം വികാരനിർഭരമായാണ്, എത്രത്തോളം സ്നേഹനിർഭരമായാണ് വീരമൃത്യു വരിച്ച ജവാന് നാടിൻ്റെ യാത്രാമൊഴി? അജീഷ്. ഹാഷ്മി, ഏറെ വൈകാരികമായ, ഏറെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇന്ന് വിഷ്ണുവിന്റെ ജന്മനാടായ നന്ദിയോട് നമുക്ക് സാക്ഷിയാകേണ്ടി വന്നത്. രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകൾ നന്ദിയോട് വിഷ്ണുവിന്റെ ജന്മവീട്ടിലും അത് കുടുംബ വീട്ടിലും അതേപോലെ പഠിച്ച സ്കൂളിലും വഴിയോരത്തുമൊക്കെ കാത്തുനിന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ഇപ്പോൾ 12:45 പാലോടുള്ള ശാന്തികുടീരം ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചത്. CRPF പള്ളിപ്പുറം DIG ചുമലിലേന്തി, CRPF ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ചുമലിലേന്തി ഭൗതിക ശരീരം ഇപ്പോൾ അന്ത്യസംസ്കാര ചടങ്ങുകൾക്കായി ശാന്തികുടീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് 7 വയസ്സ് പ്രായമുള്ള മൂത്ത മകൻ നിർദേവനാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം വൈദ്യുതി ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. എന്നാൽ ഇന്നലെ രാത്രി 1:30 മണിക്കാണ് ഈ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. അവിടുന്ന് വിഷ്ണുവിനെ ഈയിടയ്ക്ക് പാലുകാച്ചു കഴിഞ്ഞ 1.5 മാസം മുമ്പ് പാലുകാച്ചു കഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവിടെ ഏതാണ്ട് 1.5 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് രാവിലെ 6:30 മണിക്കാണ് അദ്ദേഹത്തിന്റെ ജനിച്ചു വളർന്ന വീട്ടിൽ, കുടുംബ വീട്ടിൽ
നന്ദിയോടുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല, അത്രയധികം ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കളൊക്കെ അദ്ദേഹത്തെ ജയ് വിളിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുകയായിരുന്നു. ഒരുപാട് ആളുകൾ കണ്ണീരണിഞ്ഞ് ഏറെ വൈകാരികമായ ഒരു കാഴ്ചകളായിരുന്നു ആ വീട്ടിൽ അന്തരീക്ഷം മൊത്തത്തിലും. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ധീര ജവാന്, രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ധീര ജവാന് ജയ് വിളികളോടെ യാത്രാമൊഴി നൽകുന്ന സുഹൃത്തുക്കളും സഹോദരങ്ങളും നാട്ടുകാരുമാണ്. അത്രയധികം നൊമ്പരപ്പെടുത്തുന്ന സ്നേഹാഭിവാദ്യത്തോടെയാണ് അദ്ദേഹത്തെ യാത്രാമൊഴി നൽകിയത്. അവസാനം സ്കൂളിൽ ഏതാണ്ട് 1 മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഗവർണർ അടക്കമുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചത്. അവിടുന്നാണ് വിഷ്ണു തന്റെ സൈനിക ജീവിതത്തിലേക്കുള്ള തുടക്കം കുറിച്ചത്. ഏറെ നിർണായകമായത് അവിടുത്തെ NCC കാലമായിരുന്നു. +2 വരെ പഠിച്ചത് നന്ദിയോട് SKV സ്കൂളിലായിരുന്നു. അതിനുശേഷം വഴിയോരത്തൊക്കെ ആ പരിസരത്ത് ഈ സ്കൂളിലെ കുട്ടികളൊക്കെ തന്നെ തങ്ങളുടെ ധീരജവാന് അവസാനമായി ഒരു പുഷ്പം അർപ്പിക്കാൻ വഴിയോരത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അന്ത്യസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി വൈദ്യുത ശ്മശാനത്തിൽ സംസ്കാരം തുടങ്ങുകയാണ്. വീരമൃത്യു വരിച്ച ജവാൻ യാത്രാമൊഴി നൽകുകയാണ്. R വിഷ്ണുവിന് 24-ന്റെയും ഹൃദയാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ സമയം. കേരള തമിഴ്നാട് അതിർത്തിയിൽ കളിയിക്കാവുള്ള ഒറ്റാമരത്ത് യുവാവിനെ കാറിനുള്ളിൽ കഴുത്തറത്ത് കൊലപ്പെടുത്തി. തിരുവനന്തപുരം കൈവനം സ്വദേശി ദീപുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാറിനുള്ളിൽ ഉണ്ടായിരുന്ന 10 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി 12 മണിയോടെ ഒറ്റാമരത്തുള്ള വർക്ക്ഷോപ്പ് ജീവനക്കാരാണ് കാറിനുള്ളിൽ ദീപുവിനെ മരിച്ച നിലയിൽ കണ്ടത്. കളിയിക്കാവുള്ള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം. സീറ്റ് ബെൽറ്റ് ധരിച്ച് ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ദീപു. JCB വാങ്ങാൻ പണവുമായി കോയമ്പത്തൂരിന് പോയതാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് മറ്റൊരാൾ കാറിൽ കയറിയതായി പോലീസിന് സംശയമുണ്ട്. സംഭവ സ്ഥലത്ത് വെച്ച് കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കാറിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബിസിനസ്സിൽ ദീപുവിന് ശത്രുക്കളുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ സംശയം. JCB എന്തോ വിൽക്കാൻ വേണ്ടി രണ്ടുപേരുണ്ട്. ഒരാൾ വില കൂടുതലായിട്ട് വാങ്ങാന്ന് പറഞ്ഞ് മറ്റാളിന് ദേഷ്യം വന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അടിയൊക്കെയുണ്ട്. പോണ സാറ്റർഡേ സന്ധിക്കാൻ പറഞ്ഞ് പോണ വഴിയിൽ ഞാൻ ടിക്ക് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്നും അയാളാണെന്ന് എനിക്ക് വെച്ചിട്ടുണ്ടാവും. കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു. 24 തിരുവനന്തപുരം. ഒരു പ്രേക്ഷക പറയുന്നു, സാർ ഞാൻ അശ്വതി, ഇടുക്കി ജില്ലയിലെ രാജാക്കാടാണ് എൻ്റെ സ്ഥലം. ഇതുവരെയും +1 സീറ്റ് കിട്ടിയില്ല. 86% മാർക്കുണ്ട്. എന്നെപ്പോലെ സീറ്റ് കിട്ടാതെ ഒരുപാട് കുട്ടികൾ വിഷമിക്കലാണ്. പ്ലീസ് ഹെൽപ്പ് എന്ന് അശ്വതി എന്നൊരു കുട്ടി പറയുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി V ശിവൻകുട്ടി ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഈ സന്ദേശം കൂടി ആ ചർച്ചാ ടേബിളിലേക്ക് വെക്കുകയാണ്. ഇടുക്കി അടിമാലി കല്ലാറിൽ അങ്കണവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് 4 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. 3-ാം നിലയിൽ നിന്നാണ് കുട്ടി വീണത്. കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അധ്യാപികയ്ക്കും പരിക്കേറ്റു. അങ്കണവാടി ജീവനക്കാരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണം എന്നതാണ് ആരോപണം. 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയുടെ വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് കല്ലാർ സ്വദേശി ആൻഡോയുടെ മകൾ മെറീന അപകടത്തിൽപ്പെട്ടത്. കാൽ വഴുതി കൈവരികൾക്കിടയിലൂടെ 20 അടി താഴ്ചയുള്ള ഓടയിലേക്ക് 4 വയസ്സുകാരി വീണു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അധ്യാപിക പ്രീതിയുടെ കാലൊടിഞ്ഞു. ജീവനക്കാരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ആകെ 4 കുട്ടികളോ 5 കുട്ടികളാണ് ഇവിടെ വരുന്നത്. ഈ 5 കുട്ടികളെ നോക്കാൻ 2 ടീച്ചർമാരുണ്ട്, ഒരു ഹെൽപ്പറും ഉണ്ട്, ഒരു ടീച്ചറും ഉണ്ട്. ഇവര് 2 പേർക്ക് ഈ ഇത്രയും നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ ഇത് ആരെ ഇതിന്റെ അകത്ത് തെറ്റ് പറയേണ്ടത്? അപ്പൊ അവരുടെ അനാസ്ഥയം കൊണ്ട് മാത്രം സംഭവിച്ചതല്ലേ ഇങ്ങനെ ഒരു അപകടം. 1-ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടി 2018-ലെ പ്രളയത്തെ തുടർന്നാണ് 3-ാം നിലയിലേക്ക് മാറ്റിയത്. സുരക്ഷിതമായ കൈവരികൾ സ്ഥാപിച്ചിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു. 24 ഇടുക്കി. സങ്കടകരമാണ്, അങ്ങേയറ്റം സങ്കടകരമാണ്. അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കട്ടെ. അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അങ്കണവാടി മാത്രമല്ല, അത് ഒട്ടുമിക്ക അത്തരം 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കും ഒരു പാഠവും മാതൃകയൊക്കെ ആവട്ടെ. ഇടുക്കി അടിമാലി കല്ലാറിലെ അങ്കണവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. അങ്കണവാടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശവും നൽകി. മൂവാറ്റുപുഴയിലാണ് മറ്റൊരു സങ്കടവാർത്ത. അത് ദേഹത്തേക്ക് ടെലിവിഷൻ മറിഞ്ഞു വീണ് 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. പായിപ്ര സ്വദേശി അനസിന്റെ മകൻ അബ്ദുൽ സമദാണ് മരിച്ചത്. ഇന്നലെ രാത്രി സ്റ്റാൻഡിനൊപ്പം TV കുഞ്ഞിന് ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. കുട്ടി TVയിൽ പിടിച്ച് കളിക്കുന്നതിനിടയിലാണ് ദേഹത്തേക്ക് TV മറിഞ്ഞു വീണത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പുലർച്ചെ മരണം സ്ഥിരീകരിച്ചു.
അതും ഈ പറയും മട്ടിൽ നമുക്ക് എന്താണ് അങ്ങനെ വായിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കേൾക്കാൻ കഴിയാത്തൊരു വാർത്തയാണ്. അതും ഈ പറയുന്ന മട്ടിൽ പാടവും മാതൃകയൊക്കെ ആവട്ടെ, കുഞ്ഞുങ്ങളും ടി വിയും ഒക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണല്ലോ. CPIM നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ്. പാർട്ടിയിലെ ചിലർക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട്. യുവജന കമ്മീഷൻ അധ്യക്ഷൻ M. ഷാജറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി പാർട്ടിക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല എന്നും മനു വെളിപ്പെടുത്തി. മനസ്സുമടുത്താണ് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചതെന്നും DYFI കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റായിരുന്ന മനു തോമസ് പ്രതികരിച്ചു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന M. ഷാജറിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നായിരുന്നു മനു തോമസിന്റെ പരാതി. പരാതി അന്വേഷിക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സുരേന്ദ്രനെ നിയോഗിച്ചു. എന്നാൽ നടപടിയൊന്നുമുണ്ടായില്ല. ഷാജറിന് യുവജന കമ്മീഷൻ അധ്യക്ഷനായി നിയമനവും ലഭിച്ചു. പിന്നാലെയാണ് മനു തോമസ് പാർട്ടിയുമായി അകന്നത്. പാർട്ടി അംഗത്വം പുതുക്കാനും തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം മനു തോമസിനെ നീക്കി. പിന്നാലെ വിമർശനങ്ങൾ തുറന്നു പറഞ്ഞു മനു. ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചല്ല ഈ വിഷയമുള്ളത്. ഇതൊരു പൊതു നിലപാടിൻ്റെ വിഷയം പാർട്ടിക്കകത്ത് എടുക്കേണ്ടതാണ്. പാർട്ടി ആ കാര്യത്തിനകത്ത് നിലപാട് എടുത്തിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പാർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ഇതിനെ വിഴുങ്ങാൻ മാത്രം അവർ വളർന്നിരുന്നു. ഏറ്റവും അവസാനം പാർട്ടി അത് തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ പാർട്ടിക്ക് ഗുണകരമായിട്ടുമുണ്ട്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് സഹായം ലഭിക്കുന്നു. ചില നേതാക്കൾ ഇവരുമായി ഇപ്പോഴും ബന്ധം പുലർത്തുന്നു. അവർക്ക് ഈ പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായി എല്ലാ ലീഡർഷിപ്പല്ല, പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരതിനെ ദുരുപയോഗം ചെയ്തതാണ്. ആ ലീഡർഷിപ്പ് അതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ലേ. പക്ഷേ ഈ ടീം അതിനെ ദുരുപയോഗം ചെയ്തിട്ട് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അത് കണ്ണൂർ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പാർട്ടി തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായാലും പാർട്ടിക്ക് നല്ലതാണ്. തെറ്റുതിരുത്താൻ പാർട്ടി തയ്യാറാകാത്തത് വേദനിപ്പിക്കുന്നതായും ഇടതുപക്ഷ നിലപാട് തുടരുമെന്നും മനു തോമസ് വ്യക്തമാക്കി. 24 കണ്ണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സ്വയം വിമർശനവും പരസ്പരാരോപണങ്ങളുമായി LDF കക്ഷികൾ. ജനങ്ങൾ വിമർശിക്കുന്നതിൽ അസഹിഷ്ണുക്കളാകരുത് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകുകയാണ്. ചരിത്രത്തെ മാത്രം ആശ്രയിച്ച് ഇടതുപക്ഷത്തിന് വളർച്ചയുണ്ടാകില്ല എന്ന് CPI-ML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ 24നോട് പറഞ്ഞു. അതിനിടെ മുഖ്യമന്ത്രിക്കെതിരായ തോമസ് ചാഴികാടന്റെ വിമർശനം LDF-ൽ ഉന്നയിക്കേണ്ടതില്ല എന്ന് കേരള കോൺഗ്രസ് എമ്മിൽ ധാരണയായി. ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനങ്ങൾ. ജനങ്ങളോട് ഇടപെടുമ്പോൾ വിനയം വേണം, ജനവിശ്വാസം ഇടിയുന്നതിൽ സ്വയം പരിശോധന വേണമെന്നും കത്തിൽ പറയുന്നു. തിരിച്ചുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാനം കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിക്കെതിരായ പരോക്ഷ വിമർശനവും കത്തിലുണ്ട്. BJP ജയിച്ചത് നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്നല്ല. സംസ്ഥാനത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യവും ബിനോയ് വിശ്വം ഉന്നയിക്കുന്നു. ഇടതു പാർട്ടികളും കോൺഗ്രസും കേരളത്തിലെ BJPയുടെ വളർച്ചയെ അതീവ ഗൗരവത്തോടെ കാണണമെന്ന് CPI-ML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ 24നോട് പറഞ്ഞു. Then I think India will go on growing. So, and the only worrying sign in this election has been the growth of the BJP in some of the southern states, especially in Kerala, BJP opening its account and the vote share increasing. That is certainly a major sign of worry for the democratic forces as a whole. കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ തോമസ് ചാഴികാടന്റെ വിമർശനങ്ങൾ LDF-ൽ ഉന്നയിക്കില്ല. ഇക്കാര്യം ജോസ് കെ മാണി തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തെ അറിയിച്ചു. രാജ്യസഭാ സീറ്റ് ലഭിച്ച സാഹചര്യത്തിലാണ് വിമർശനങ്ങൾ ഒഴിവാക്കുന്നത്. തോൽവിയിൽ കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ട എന്നുമാണ് ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ NIA-ക്ക് കനത്ത തിരിച്ചടി. സംഘടനാ നിരോധനത്തിന് അടിസ്ഥാനമായ രാജ്യദ്രോഹ കേസിലും പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലുമായി 17 പ്രതികൾക്ക് ജാമ്യം കിട്ടി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. PFI നിരോധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ വിവിധ ജാമ്യഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഇതിൽ രാജ്യദ്രോഹ കേസിൽ പ്രതികളായ 14 പേർ നൽകിയ ഹർജിയിൽ 8 പേർക്ക് ജാമ്യം ലഭിച്ചു. പാലക്കാട് ശ്രീനിവാസൻ കേസിൽ 12 പേരാണ് അപേക്ഷ നൽകിയത്. 9 പേർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. PFI മുതിർന്ന നേതാക്കളായ കരമന അഷ്റഫ് മൗലവി, അബ്ദുൾ സത്താർ, അബ്ദുൾ റൌഫ് എന്നിവരടക്കം 9 പേരുടെ ജാമ്യഹർജി ഹൈക്കോടതി തള്ളി. അതേസമയം ജാമ്യം നേടിയ പ്രതികൾ ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നിർദ്ദേശം. മൊബൈൽ ഫോൺ നമ്പർ NIA അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകണം. പ്രതികളുടെ മൊബൈലിൽ ലൊക്കേഷൻ എപ്പോഴും ഓണായിരിക്കണം.
പ്രതികളുടെ ലൊക്കേഷൻ NIAക്ക് തിരിച്ചറിയാനാവണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. 2022 സെപ്റ്റംബർ 28-നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ഉത്തരവിറക്കിയത്. 24 കൊച്ചി. അതാ ജയകൃഷ്ണനോട് പറയുകയാണ്. ആലപ്പുഴ ജില്ലയിലെ നൂറനാട് KSEB ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷൻ PHSC ഉളവുകാട് പ്രദേശം ദിവസം ഒരു 10-12 തവണയിലും കറണ്ട് പോകും. മഴയോ വെയിലോ എന്താണേലും വിളിച്ചു പറഞ്ഞാൽ ഉത്തരവാദിത്തമില്ല ജോലിക്കാർ എന്ന് പറയുകയാണ്. അവരുടെ അധിക ജോലിഭാരമാണോ എന്ന കാര്യമൊന്നും അറിയില്ലെങ്കിൽ കൂടിയും ഉളവുകാട്ടെ ജീവനക്കാരുടെ മുന്നിലേക്ക് ജയകൃഷ്ണൻ്റെ സന്ദേശം ഞാൻ വായിക്കുകയാണ്. ഇതാ ഇവിടെ SK അമ്മാൾ പറയുകയാണ്. ഹാഷ്മിയുടെ ന്യൂസ് അവതരണവും ചർച്ചകളും നിലവാരമില്ലാത്തതാണ്, പലപ്പോഴും അരോചകം എന്ന് പറയുന്നു. ജോസഫീന പറയുന്നു ഇന്നലെ 7:30 ഇൻട്രോ തകർത്തു എന്ന് പറയുന്നത്. അപ്പോൾ SK അമ്മാളിൻ്റെ മുൾക്കിരീടവും ജോസഫീനയുടെ പൂമാലയും ഒരേ മനസ്സോടെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പത്തനംതിട്ടയിൽ KSUവിൻ്റെ പ്രതിഷേധം. ഇപ്പോൾ പത്തനംതിട്ടയിൽ അവിടെ KSUവിൻ്റെ പ്രതിഷേധം ചെറിയ തോതിൽ സംഘർഷഭരിതമാകുന്നു എന്നാണ് തോന്നുന്നത്. പോലീസുമായി അവിടെ ഏറ്റുമുട്ടലുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വലിയ തോതിൽ രാജ്യം ചർച്ച ചെയ്യുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഇന്നലെ ലോക്സഭയിലടക്കം ധർമ്മേന്ദ്ര പ്രധാൻ സത്യവാചകം ചൊല്ലാൻ എഴുന്നേൽക്കുമ്പോഴൊക്കെ നീറ്റ് എന്ന പ്രതിപക്ഷം അവിടുന്ന് പ്രതിഷേധം മുഴക്കുന്നുണ്ടായിരുന്നു. ആ പ്രവേശന പരീക്ഷയോടെ വിശ്വാസത്തെ ചോർത്തി എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. KSU അതിൽ നീറ്റിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. പോലീസ് തൂക്കിയെടുത്ത് വണ്ടി കയറ്റുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത്, എങ്ങോട്ടേക്കായിരുന്നു KSUവിൻ്റെ നീറ്റ് വിഷയത്തിലെ പ്രതിഷേധം? ഘട്ടത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് KSUവിന്റെ നേതൃത്വത്തിൽ നടന്നത്. എന്തായാലും ആ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിനിടെ വലിയ തോതിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നല്ല ഉണ്ടായി. അതിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ തയ്യാറായില്ല. ശേഷമാണ് വീണ്ടും പത്തനംതിട്ട നഗരത്തിലേക്ക് KSU പ്രവർത്തകർ എത്തിയത്. നഗരത്തിൽ റോഡ് ഉപരോധിച്ച പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ഡിവൈഡറുകൾ മറിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ബലപ്രയോഗം നടന്നത്. എന്നാലും പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ആ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പെൺകുട്ടികളടക്കമുള്ള ആളുകൾ വലിയ ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് വരിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ആക്ഷൻ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 20ഓളം വരുന്ന KSU പ്രവർത്തകരാണ് റോഡ് ഉപരോധം നടത്തിയത്. ആ റോഡ് ഉപരോധത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോകുന്നത്. വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് വലിച്ചടച്ചു എന്ന ആക്ഷേപം ഈ ഒരു ഘട്ടത്തിൽ അവർ ഉയർത്തുന്നുണ്ട്. 2 വനിതാ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ റോഡിലൂടെ വലിച്ചടച്ചു എന്നൊരു ആക്ഷേപം KSU പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. നീറ്റ് പരീക്ഷ അത്ര നീറ്റല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഒരു സമരം അവർ നടത്തിയത്. എന്തായാലും പോലീസ് സ്റ്റേഷനകത്തും പ്രതിഷേധിക്കുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ അവർ അറിയിക്കുന്നുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് അലൻ ജിയോ മൈക്കിളിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം നടന്നത്. കാശ്മീർ ഇപ്പോഴും അവരെ ചെയ്ത പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഒരുപാട് കുട്ടികൾ പ്രതീക്ഷാപൂർവ്വം രാപ്പകൽ കാത്തിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് വളരെ പ്രതീക്ഷയോടെ സുരക്ഷിതം എന്ന് കരുതുന്ന ഒരു പരീക്ഷയാണ്. അത്തരത്തിൽ ക്രമക്കേടുണ്ട്, അത്തരത്തിൽ മര്യാദകേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരുന്നത്. ആ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. KSUവിൻ്റെ പ്രതിഷേധം പത്തനംതിട്ടയിൽ നടക്കുകയായിരുന്നു. ആമിനായസ് പറയുകയാണ്. ഹാഷ്മിറോ തിരുവനന്തപുരത്ത് കനത്ത മഴ എന്ന് പറയുകയാണ്. അപ്പോൾ ആമിന തിരുവനന്തപുരം മാത്രമല്ല സംസ്ഥാനത്ത് മൊത്തം ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 14 ജില്ലകളാണ് മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 11 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. വ്യാഴാഴ്ച വരെ മഴ തുടരാൻ സാധ്യത എന്നാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബീഹാർ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ വെളിപ്പെടുത്തലുമായി ഹസാരിബാഗ് പ്രിൻസിപ്പൽ ചോദ്യപേപ്പർ കൊണ്ടുവന്ന ഡിജിറ്റൽ ലോക്കർ കട്ടർ ഉപയോഗിച്ച് തകർത്തു എന്നാണ് പ്രിൻസിപ്പലിന്റെ മൊഴി. ലോക്ക് തകരാറിലായതിനെ തുടർന്നാണ് കട്ടർ ഉപയോഗിച്ചതെന്നാണ് വിശദീകരണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായം തേടുമെന്ന് ഉന്നതതല സമിതി അറിയിച്ചു. മാറ്റിവെച്ച നീറ്റ് PG പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഹസാരിബാഗിലെ നീറ്റ് UG പരീക്ഷാ സെന്ററായ സ്കൂളിൽ ചോദ്യപേപ്പർ കൊണ്ടുവന്ന ഡിജിറ്റൽ ലോക്കർ തുറക്കാൻ കഴിയാതെ വന്നതോടെ കട്ടർ ഉപയോഗിച്ച് തകർത്തെന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ വെളിപ്പെടുത്തൽ. ലോക്ക് തകരാറിലായതോടെ NTA ബന്ധപ്പെട്ടപ്പോൾ കട്ടർ ഉപയോഗിച്ച് തുറക്കാൻ അറിയിച്ചെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ഡിജിറ്റൽ ലോക്കറിന് എങ്ങനെ തകരാറുണ്ടായി എന്നത് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ചോദ്യപേപ്പറുകൾ സെന്ററുകളിലേക്ക് അയച്ചതിൽ ചില കൊറിയർ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സ്വകാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം തേടിയ ശേഷം മാറ്റങ്ങൾ വരുത്താനാണ് സമിതിയുടെ തീരുമാനം. പരീക്ഷകൾ പുനരാരംഭിക്കുന്നതിന് ശക്തമായ സംവിധാനം ഏർപ്പെടുത്തുന്നതിനാണ് മുൻഗണനയെന്നും സമിതി അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ബീഹാറിൽ പോലീസിൽ നിന്ന് CBI സംഘം തെളിവുകൾ ശേഖരിച്ചു. DIG, ഡെപ്യൂട്ടി SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ 2-അംഗ CBI സംഘമാണ് ബീഹാറിലെത്തിയത്. 24 ഡൽഹി. പെരുമ്പാവൂർ ഓടക്കാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നേരിയ സംഘർഷമുണ്ടായി. പന്തൽകെട്ടുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിന്, യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലാണോ സംഘർഷം അല്ലെങ്കിൽ വാക്കേറ്റം?
തീർച്ചയായും പള്ളി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകളായി തുടരുന്ന സംഘർഷത്തിന്റെ ഭാഗമായാണ് ഇന്നും ഓടക്കാരി സെന്റ് മേരീസ് യാക്കോബായ സുറിയാന പള്ളിയിൽ രാവിലെ മുതൽ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് നിൽക്കുന്നത്. അല്പസമയം മുമ്പ് നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പന്തൽ കെട്ടുന്നതിനെ ചൊല്ലിയാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. ജലപീരങ്കി അടക്കം രാവിലെ മുതൽ തന്നെ പോലീസ് എത്തിച്ചിട്ടുമുണ്ട്. ഏതു നിമിഷവും ഒരു സംഘർഷത്തിലേക്ക് പോകാവുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് വലിയ സന്നാഹവുമായി പോലീസ് എത്തിയിരിക്കുന്നത്. അതേസമയം ഈ പള്ളി ഗേറ്റ് തകർത്ത് അകത്തു കയറാനുള്ള ഒരു വിഭാഗത്തിന്റെ ശ്രമം പള്ളിക്കകത്തുള്ള വിഭാഗം തടഞ്ഞതിനെ ചൊല്ലിയും നേരിയ തോതിൽ തർക്കമുണ്ടായിരുന്നു. അതിനിടെയാണ് ഈ ഇരു വിഭാഗവും ഈ യാക്കോബായ വിഭാഗം പള്ളിക്ക് സമീപം പന്തൽ കെട്ടി സമരം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ആ ശ്രമത്തെ ചെറുക്കുന്നതിനിടെയാണ് നേരിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും പോലീസ് ഇടപെട്ട സംഘർഷം ശമിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഇരു വിഭാഗവും ഇപ്പോഴും ചേരിതിരിഞ്ഞ മുദ്രാവാക്യങ്ങളുമായി നിലകൊള്ളുകയാണ്. ആലുവ റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഹാഷ്മി, അപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പലയിടങ്ങളിലും ഇങ്ങനെ ഓരോരോ സംഭവങ്ങളെ തുടരുന്നു എന്ന് തന്നെയാണ് ഈ ദിവസങ്ങളിലെ കാഴ്ച. സനാതന ധർമ്മ വിവാദത്തിൽ കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിന് ജാമ്യം. ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസ് ഓഗസ്റ്റ് 8 വീണ്ടും പരിഗണിക്കും. വിവാദ പരാമർശത്തിൽ ബംഗളൂരു സ്വദേശിയായ സാമൂഹിക പ്രവർത്തകൻ നൽകിയ പരാതിയിലായിരുന്നു ഉദയനിധി സ്റ്റാലിനെതിരെ കേസെടുത്തത്. കോടതിയുടെ സമൻസ് ലഭിച്ചതിനെ തുടർന്നാണ് ഉദയനിധി നേരിട്ട് ഹാജരായത്. കേസിൽ ജാമ്യം അനുവദിച്ച പ്രത്യേക കോടതി 1 ലക്ഷം രൂപ ജാമ്യത്തുകയായി കെട്ടിവെക്കാൻ നിർദ്ദേശം നൽകി. മലേറിയയും കോവിഡും പോലെയുള്ള പകർച്ചവ്യാധികളെ പോലെ സനാതനധർമ്മത്തെയും തുടച്ചു നീക്കണമെന്നായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവന. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ചെന്നൈയിൽ സംഘടിപ്പിച്ച സാഹിത്യ സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഉദയനിധി വിവാദ പരാമർശം നടത്തിയത്. ഇതിനെതിരെ രാജ്യത്തെ വിവിധ കോടതികളിൽ കേസുകൾ നിലവിലുണ്ട്. 24 ബംഗളൂരു. നിതീഷ് ചോദിക്കുന്നു, പാലിന് വില കൂടിയോ? വില കൂടി, പക്ഷേ ഇവിടെയല്ല, കർണാടകയിലാണ്. ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തിയ മന്ത്രി അതിഷിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. നിരാഹാര സമരം 5ാം ദിവസത്തിലേക്ക് കടന്നതോടെ അതിഷിയുടെ ആരോഗ്യനില മോശമായി. മന്ത്രിയെ LNJP ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതാണ് ആരോഗ്യസ്ഥിതി മോശമാകാൻ കാരണം. നിരാഹാര സമരം ഉപേക്ഷിച്ചെങ്കിലും വിഷയം പാർലമെന്റിൽ ശക്തമായി ഉയർത്തുമെന്ന് ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ്. പ്രതിദിനം 100 ദശലക്ഷം ഗ്യാലൻ ജലം ഡൽഹിക്ക് അർഹതപ്പെട്ടതാണെന്നും അത്രയും ജലം അടിയന്തര പ്രാധാന്യത്തിൽ വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു നിരാഹാര സമരം ആരംഭിച്ചിരുന്നത്. മന്ത്രി എന്ന നിലയിൽ ഹരിയാന സർക്കാരുമായി എല്ലാ ചർച്ചകളും നടത്തിയെന്നും എന്നാൽ സർക്കാർ സഹകരിക്കുന്നില്ലെന്നും അതിഷി ആരോപിച്ചിരുന്നു. 24 ഡൽഹി. തമിഴ്നാട് കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 60ആയി. ഇന്ന് 2 പേർ കൂടി മരിച്ചു. 150 പേരാണ് 4 ആശുപത്രികളിലെ ചികിത്സയിലുള്ളത്. പലരുടെയും നില ഗുരുതരമാണ്. 20ഓളം പേരുടെ നില ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയാൻ കഴിയുന്നു. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് AIDMK നേതാക്കൾ ഗവർണറെ കണ്ടു. ഇന്ന് ഉച്ചയോടെയാണ് 2 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചത്. കള്ളക്കുറിച്ചി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നവരാണ് മരിച്ചത്. മരിച്ചവരിൽ ഭൂരിഭാഗവും കരുണാപുരത്തുകാരാണ്. ദുരന്തത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കുന്ന പ്രതിപക്ഷം ഇന്നും നിയമസഭ ബഹിഷ്കരിച്ചു. ഗവർണർ RN രവിയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പഴനിസ്വാമി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. കേസിൽ ഇതുവരെ 15 പേരെയാണ് CBCID സംഘം അറസ്റ്റ് ചെയ്തത്. ചെന്നൈയിലെ കെമിക്കൽ ഫാക്ടറിയിൽ നിന്നാണ് മെത്തനോൾ എത്തിച്ചതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. മാധവാരത്തെ കെമിക്കൽ ഫാക്ടറി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. 24 ചെന്നൈ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ കൊടുക്കുന്നിൽ സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി അച്യുതനോടൊപ്പം ചേരുകയാണ്. അച്യുതൻ, കൊടുക്കുന്നിൽ സുരേഷിനോട് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിനന്ദനം അറിയിക്കൂ, അതിനുശേഷം കാര്യങ്ങൾ ചോദിക്കൂ. MP ആദ്യമായിട്ട് നമ്മുടെ ആങ്കറായിട്ടുള്ള ഹാഷ്മി അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മൾ രാവിലെയും സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ അങ്ങ് സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുണ്ടായത്. എന്താണ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കടന്നത്? അല്ല, സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടി വന്ന സാഹചര്യം എന്നത് ഗവൺമെന്റ് ഭാഗത്തുണ്ടായ ഒരു നിരുത്തരവാദമായ നിലപാടാണ്. കാരണം അവർ പാർലമെന്ററി രംഗത്തുള്ള കീഴ്വഴക്കങ്ങൾ പാലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പ്രോട്ടേം സ്പീക്കറിന്റെ കാര്യത്തിൽ അവർ ആ കീഴ്വഴക്കം പാലിച്ചില്ല. ഏറ്റവും മുതിർന്ന അംഗത്തെ പ്രോട്ടേം സ്പീക്കറാക്കുന്ന ആ ഒരു കീഴ്വഴക്കം പാലിച്ചില്ല. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തെ വിട്ടുതരണം, അത് പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ്, അതാണ് സഭയുടെ കീഴ്വഴക്കം എന്ന് പറഞ്ഞു.
അപ്പോൾ ഇന്നലെ ഞങ്ങളുമായി സംസാരിച്ച കോൺഗ്രസ് നേതൃത്വമായി സംസാരിച്ച രാജ്നാഥ് സിംഗ് ഇന്ന് രാവിലെ 10 മണിക്ക് മറുപടി പറയാമെന്ന് പറഞ്ഞു. പക്ഷേ 10 മണിക്ക് മറുപടിയൊന്നും ഉണ്ടായില്ല. 11 മണിയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു മറുപടിയും ഉണ്ടായില്ല. 11:30 ആയപ്പോഴാണ് KC വേണുവും TR ബാലുവായിട്ട് ഇവർ സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞത് സ്പീക്കർ സ്ഥാനത്തേക്ക് നിങ്ങൾ NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സ്പീക്കർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എന്ത് വേണമെന്ന് അപ്പോൾ ആലോചിക്കാമെന്ന് പറഞ്ഞു. അത് നമുക്ക് തൃപ്തികരമല്ലാത്ത ഒരു മറുപടിയാണ് അവരിൽ ലഭിച്ചത്. കാരണം സ്പീക്കർ സ്ഥാനത്തേക്ക് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ്. അത് നമുക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ അത് തരാമെന്ന് പറയാനുള്ള ഒരു അഷ്വറൻസ് നമുക്ക് ലഭിക്കാതെ വന്നപ്പോഴാണ് നമ്മളെ അവർ അവസാനം സ്പീക്കർ സ്ഥാനം കഴിഞ്ഞതിന് ശേഷം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് ഇതുപോലെയുള്ള അവർ മാറ്റം അല്ലെങ്കിൽ അവർ എന്താണ് അഭിപ്രായങ്ങൾ മാറ്റും അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ അവർ പരിഗണിക്കില്ല എന്നൊരു തോന്നൽ നമ്മൾ നേതാക്കന്മാർക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കണം അവർ മത്സരരംഗത്ത്. എന്തുകൊണ്ടാണ് ഈ ഭരണകക്ഷി ഇത്തരം ഒരു സമീപനം പ്രതിപക്ഷത്തോട് സ്വീകരിക്കുന്നത്? വ്യക്തമായ സംഖ്യ പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ഉണ്ടായിട്ടും. പക്ഷെ അത് BJP നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷത്തോടുള്ള അവരുടെ സമീപനം ഇതാണ്. കാരണം കഴിഞ്ഞ 2 ലോക്സഭയിലും പ്രതിപക്ഷ നേതാവ് സ്ഥാനം തന്നില്ല, ഡെപ്യൂട്ടി സ്പീക്കർ പോസ്റ്റ് തന്നില്ല. അതിനും അവർ പറഞ്ഞത് നിങ്ങൾ അംഗീകൃത പ്രതിപക്ഷമല്ല, നിങ്ങൾക്ക് എണ്ണം കുറവാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അംഗീകൃത പ്രതിപക്ഷമാണ്. 100 MPമാർ കോൺഗ്രസിനുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ 236 MPമാരുണ്ട്. എന്നിട്ടും അവർ ഈ കാര്യങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവികളും അതുപോലെ തന്നെ പ്രോട്ടേം സ്പീക്കറൊന്നും തരാതെ പ്രതിപക്ഷത്തെ ശിഥിലമാക്കാനുള്ള ശ്രമമാണ്. ഇന്ത്യ സഖ്യം കൂട്ടായി എടുത്ത തീരുമാനം തന്നെയാണോ? അങ്ങ് തന്നെ ഇതിന്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം നൽകുന്നത്? ഏറ്റവും വലിയ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അവകാശപ്പെട്ടത് കോൺഗ്രസ് ആണ്. അത് തരാൻ അവർ താല്പര്യം കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യക്തമായ ഉറപ്പ് തരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് കോൺഗ്രസ് അങ്ങനെ തീരുമാനം എടുക്കേണ്ടത്. അത് ഇന്ത്യ കക്ഷികളെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. ഇനി അറിയിക്കാനുള്ളവരെ അറിയിക്കും. ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയാൽ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ? അല്ല, അത് നമ്മൾ പാർട്ടിയുടെ നേതൃത്വമാണ്, കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. TMCയുടെ ഒക്കെ പിന്തുണ ഇതിലുണ്ടോ നിലവിലിപ്പോൾ? അല്ല, അത് ഇപ്പോൾ നമ്മൾ നോമിനേഷൻ കൊടുത്തു. ഇനി കോൺഗ്രസിന്റെ നേതൃത്വം എല്ലാ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായി സംസാരിക്കുന്നത്. അല്ല, അത് എനിക്കറിയില്ല. ഞാൻ സ്ഥാനാർത്ഥി മാത്രമാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. എന്തായാലും മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം. അല്ല, മത്സരിക്കണം. നോമിനേഷൻ കൊടുക്കുന്നത് പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഹാഷ്മി, അത് തന്നെയാണ്, മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് അതിലൊരു അന്തിമ തീരുമാനം ഭരണകക്ഷിക്ക് നൽകാൻ കഴിയാത്ത വന്നതോടുകൂടിയാണ് ഈ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരാളെ നിർത്താൻ ആ ഒരു തീരുമാനത്തിലേക്ക് കടന്നത്. ഒപ്പം കൊടിക്കുന്നിൽ സുരേഷിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതുമെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായി ഇടയ്ക്ക് പരാജയമൊക്കെ ഉണ്ടെങ്കിലും 8 തവണ ലോക്സഭയിലേക്ക് എത്തിയ സഭയിലെ ഏറ്റവും മുതിർന്ന സാമാജികരാണ്. പ്രോട്ടേം സ്പീക്കർ കൊടുക്കേണ്ടതാണ്, അത് കൊടുത്തില്ല. കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണ്, അത് കൊടുക്കില്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നു. സമവായം ഉണ്ടാകുന്നില്ല. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് നീക്കിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. മൂന്നാർ പട്ടയ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വ്യാജ പട്ടയങ്ങൾ ഇല്ല എന്നും എന്നാൽ പട്ടയ വിതരണത്തിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ സാവകാശവും തേടി. ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, എന്തുകൊണ്ടാണ് ഏറ്റവും നിർണായകമായ കേസുകളിൽ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത്? ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായാണ് ഹാഷ്മി ഈ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് കൈക്കൊണ്ടത്. വ്യാജ പട്ടയങ്ങൾ ഇല്ലെന്നും പട്ടയങ്ങൾ നൽകിയതിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് ജനറൽ പറയുകയും ചെയ്തു. 2003 രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വിജിലൻസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും സർക്കാർ പറഞ്ഞു. അതിനാൽ തന്നെ ഇതൊരു CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് സർക്കാർ നിലപാടെടുത്തു. ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സാവകാശമുണ്ട്. അതേസമയം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സർവേ പൂർത്തിയാക്കാത്തതെന്നും ഡിജിറ്റൽ സർവേ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ഇന്ന് സർക്കാരിനോട് പറയുകയും ചെയ്തു. നിലവിൽ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം അതിൽ ഉൾപ്പെടും. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തെ എതിർത്തത്. ഇനി കോടതി തീരുമാനിക്കും CBI വരണോ വേണ്ടയോ എന്ന്. ഓക്കെ, ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇവിടെ ശ്രീരാജ് കാലിക്കട്ട് പറയുകയാണ്, കോഴിക്കോട് കനത്ത മഴയാണ്. രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ല. തോരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്നറിയാമോ? സംസ്ഥാനത്ത് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അലക്സ്, അപ്പോൾ സാമാന്യം ഭേദപ്പെട്ട കുറച്ച് ശക്തമായ മഴ പ്രതീക്ഷിക്കണം ഈ മണിക്കൂറുകളിൽ, അല്ലേ?
ഹാഷ്മി, തീർച്ചയായും അത് ഇന്നുകൂടി സംസ്ഥാനത്ത് അത്തരത്തിൽ പരക്കെ, അതായത് വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും കണ്ണൂരിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി 11 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. വ്യാഴാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നാളെ 8 ജില്ലകളിലും വ്യാഴാഴ്ച 9 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും വടക്കൻ കേരളത്തിലെ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് നേരത്തെ മെസ്സേജ് അയച്ച ആ സുഹൃത്ത് പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ മഴ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. അതുമാത്രമല്ല, ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ആ വിലക്ക് കർശനമായി തന്നെ തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ, ആ മേഖലയിലെ തീരമേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഹാഷ്മി. അലക്സ് റാം മുഹമ്മദാണ് മഴ മുന്നറിയിപ്പിന്റെ വാർത്ത നൽകിയത്. എന്തായാലും കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമാണ് നാശനഷ്ടം. മരം കടപുഴകി പലയിടങ്ങളിലും അപകടമുണ്ടായി. വീടുകൾ ഇടിയുന്ന സാഹചര്യമുണ്ട്. ദേശീയപാതയിൽ കോഴിക്കോട് വടകര മൂരാട് പാലത്തിനടുത്ത് മണ്ണിടിഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വ്യാപക നഷ്ടമുണ്ടായി. കായംകുളം എരുവയിൽ റോഡിലേക്ക് മരം വീണ് ബൈക്ക് യാത്രക്കാരനായ പത്തിയൂർ സ്വദേശി റിയാസിന് പരുക്കേറ്റു. എടത്വയിൽ തൊഴുത്തിനുമേൽ മരം കടപുഴകി വീണ് പശുവിനും ഗുരുതരമായി പരുക്കേറ്റു. കോട്ടയം ചങ്ങനാശ്ശേരി കുറിച്ചി കല്ലുകടവ് സുമേഷിന്റെ വീടിന് മുകളിലേക്ക് കാറ്റിലും മഴയിലും തെങ്ങു വീണു. കോഴിക്കോട് കണ്ണൂർ ദേശീയപാത മൂരാട് പാലത്തിന് സമീപം രാവിലെ 7 മണിക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. 10 മീറ്റർ ദൂരത്തിലാണ് മണ്ണിടിച്ചിൽ. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ നിലം പതിച്ചു. ഇലക്ട്രിക് പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തിയിട്ടും അവ മാറ്റാൻ അധികൃതർ തയ്യാറായില്ല എന്ന പരാതിയുമുണ്ട്. ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തി ഇപ്പൊ ചെയ്ത് ആ ഡ്രില്ല് ചെയ്തുകൊണ്ടാണ് ഈ ഇളക്കം വന്നിട്ട് ഓരോ അടുക്കടുക്കായിട്ടെല്ലാം കുട്ടയും പാറയെല്ലാം നേരെ റോഡിലേക്ക് വീണു. അതോടെ പോസ്റ്റും ടെമ്പറേറ്റ് പോസ്റ്റ് വെച്ചിട്ടിരുന്നു, ആ പോസ്റ്റിന്റെ എല്ലാം വീണ് ആകെ ഇതായി. വയനാട് കാട്ടിക്കുളം കുട്ട റോഡിൽ 1-ാം മൈൽ ചേലൂരിൽ റോഡിനു കുറുകെ മരം കടപുഴകി വീണു. രാവിലെ 7 മണിയോടെയാണ് മരം വീണത്. മാനന്തവാടിയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചു മാറ്റി. 24 കോഴിക്കോട്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് നടത്തിയ ഹണി ട്രാപ്പിൽ പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ വ്യാജരേഖ ചമച്ചതിന് കൂടുതൽ തെളിവുകൾ. തന്റെ വിവാഹ നിശ്ചയം എന്ന് യുവാക്കളെ വിശ്വസിപ്പിക്കാൻ വ്യാജ ക്ഷണക്കത്തുകൾ തയ്യാറാക്കി. കോവിഡിന് ശേഷം പ്രവർത്തനം നിലച്ച കാഞ്ഞങ്ങാട്ടെ ആകാശ് ഓഡിറ്റോറിയത്തിന്റെ പേരിലാണ് ക്ഷണക്കത്ത് തയ്യാറാക്കിയത്. 24 എക്സ്ക്ലൂസീവ്. 2024 ഫെബ്രുവരി 17 വിവാഹ നിശ്ചയമെന്ന് കാണിച്ച് തയ്യാറാക്കിയ ക്ഷണക്കത്താണ് വ്യാജമെന്ന് തെളിഞ്ഞത്. 2 വർഷത്തോളമായി പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ച കാഞ്ഞങ്ങാടുള്ള ആകാശ് ഓഡിറ്റോറിയത്തിന്റെ പേരിലായിരുന്നു പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ കത്തുകൾ പ്രചരിപ്പിച്ചത്. കത്ത് തയ്യാറാക്കിയത് കാഞ്ഞങ്ങാടുള്ള പ്രിന്റ് വില്ലേജ് എന്ന സ്ഥാപനത്തിലും. പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ എത്തിയാണ് കത്ത് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടതെന്ന് കടയുടമ അഷ്റഫ് 24നോട്. എൻഗേജ്മെന്റിന്റെ ലെറ്റർ അടിക്കാൻ വന്നായിരുന്നു. അവർ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അത് മേടിച്ചത്. വാങ്ങാൻ വന്നത് സ്ത്രീയായിരുന്നില്ല, അവര് റിലേറ്റീവ് സഹോദരനാണ് വന്നത്. ആകാശ് ഓഡിറ്റോറിയത്തിൽ അങ്ങനെയുള്ളത്. അതിൽ ആകാശ് ഓഡിറ്റോറിയം കോവിഡിന് ശേഷം പ്രവർത്തിച്ചിട്ടില്ലെന്ന് സമീപത്ത് തട്ടുകട നടത്തുന്ന കൃഷ്ണനും വ്യക്തമാക്കി. കൊറോണ സമയത്താണെന്ന് തോന്നുന്നു മോളെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ തുറന്നില്ല, പിന്നെ പണിയെടുക്കുന്നുണ്ട്. വേറെ കല്ലില്ല, മോളെ കല്യാണം കണ്ടില്ല, വേറെ കണ്ടില്ല. ഇല്ല. ഒളിവിൽ പോയ പ്രതി ശ്രുതി ചന്ദ്രശേഖരനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. യുവതി ഇരകളിൽ നിന്ന് തട്ടിയെടുത്ത പണം എന്തു ചെയ്തുവെന്ന കാര്യവും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. 24 കാസർഗോഡ്. ഇപ്പോൾ വരുന്ന ഒരു അറിയിപ്പ് ഇങ്ങനെയാണ്. വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് വിവിധ ജില്ലകളിലായി ജൂൺ 26, 27, 28 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും മഴ കാരണം മാറ്റിവെച്ചു എന്നുള്ളതാണ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് പറയുന്നവർ. മറ്റു ദിവസങ്ങളിലെ കായികക്ഷമതാ പരീക്ഷകൾക്ക് മാറ്റമില്ല. ഏതൊക്കെ ദിവസങ്ങളാണ് അപ്പോൾ? 26, 27, 28 തീയതികളിലെ പരീക്ഷയാണ് മാറ്റം, അല്ലെങ്കിൽ ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും മാറ്റം. എസ് കെ മാൾ പിന്നെ പറയാം കേട്ടോ. കമന്റ് ബോക്സ് നിറയെ ഹാഷ്മിയുടെ സൈബർ സേനയാണല്ലോ. വാർത്ത അവതരിപ്പിക്കുക, കമന്റ് ഇടാൻ കൂലിക്ക് ആളെ നിർത്തുക. എൻ്റെ എസ് കെ മാളെ ഇതൊരു സൈബർ സേനയല്ല, കൂലിക്ക് വരുന്നൊന്നുമല്ല. ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. നമ്മൾ ഹൃദയം തുറന്ന് നമ്മളെ സ്നേഹിക്കുന്ന, ഹാഷ്മി എന്നുള്ളതല്ല, 24നെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. അത് നമ്മൾ തിരൂർ നമ്മൾ കണ്ടതാണ്, പ്രേക്ഷകർ കണ്ടതാണ്. കണ്ണൂർ ജില്ലാ സമ്മേളനം വരാൻ പോകുന്നു. എസ് കെ അമ്മാളിനേക്ക് അങ്ങോട്ടേക്ക് ക്ഷണം, പ്രേക്ഷക സ്നേഹം കാണണമെങ്കിൽ. അപ്പോൾ ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് അവർ കോമൺ പ്രേക്ഷക സ്നേഹം. ഇപ്പോൾ വരുന്നൊരു വാർത്ത, നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ്. ജൂലൈ 11 സമ്മേളനം അവസാനിക്കും. കാര്യോപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. ജൂലൈ 25 വരെ സഭ സമ്മേളിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. അത് ജൂലൈ 25 നിന്നും ജൂലൈ 11 വരെ വെട്ടിച്ചുരുക്കി.
രക്താർബുദം ബാധിച്ച 7 വയസ്സുകാരുടെ ചികിത്സയ്ക്ക് വേണ്ടി നാടൊന്നിച്ച് സമാഹരിച്ചത് 50 ലക്ഷം രൂപയാണ്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിലാണ് കരുതലിന്റെ ഈ മഹനീയ മാതൃക. ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ 7 വയസ്സുകാരി സർവശ്രീയെ രോഗം തളർത്തി. ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ നാട് കൈകോർക്കുന്ന കാഴ്ചയാണിത്. നഗരസഭാ കൗൺസിലർമാർ നേരിട്ട് വീടുകളിലെത്തി സഹായം അഭ്യർത്ഥിച്ചു. അവർ തന്നെ ധനസമാഹരണം നടത്തി. 50 ലക്ഷം രൂപയെങ്കിലും ആദ്യ റൗണ്ടിൽ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അതൊരു പ്രാദേശികമായി തീരുമാനിച്ചാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നഗരസഭയെ മുഴുവൻ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് എല്ലാ ഡിവിഷനിലും അവിടുത്തെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പൗരപ്രമുഖരെയും രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റികളുണ്ടാക്കി, സബ് കമ്മിറ്റികളുണ്ടാക്കി എല്ലാ ഡിവിഷനിലും കലക്ഷൻ നടക്കുകയാണ്. രക്താർബുദം ബാധിച്ച് കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ ചികിത്സയിലാണ് സർവശ്രീ. മജ്ജ മാറ്റിവെക്കലല്ലാതെ മറ്റു വഴിയില്ല. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടത് 50 ലക്ഷം രൂപ. നിർധന കുടുംബത്തിന് അത് താങ്ങാവുന്നതിലും ഏറെ കൂടുതലാണെന്ന് മനസ്സിലാക്കി നാട്ടുകാർ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇതിപ്പോൾ ഈ മജ്ജ മാറ്റിവെക്കൽ മാത്രമേ അതിനുള്ള ഒരു സൊല്യൂഷൻ ഡോക്ടർമാർ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ മൈത്ര ഹോസ്പിറ്റലിലേക്കാണ് സജഷൻ ചെയ്തത്. അപ്പോൾ അവിടെ പോയിട്ടാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഒരുപാട് ചിലവ്, നമുക്കറിയാം 50 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്രയും വേഗം ശസ്ത്രക്രിയ നടത്താനാണ് തീരുമാനം. 24 പാലക്കാട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.